കോഴിക്കോട് കനത്ത മഴയിൽ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. തോട്ടുമുക്കം സ്വദേശി ഫാത്തിമ സുഹറയുടെ വീടിന്റെ ചുറ്റുമതിലാണ് തകർന്നത്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, കാര്യമായ നാശനഷ്ടമുണ്ടായോ? എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സംഭവമാണ് ഇപ്പോൾ തോട്ടുമുക്കത്തും ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ ഫാത്തിമയുടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണിരിക്കുന്നത്. സമീപത്തുള്ള വീട്ടിലേക്കാണ് ഈ ഭാഗം തകർന്നു വീണിരിക്കുന്നത്. സുരേഷ് എന്നാണ് അയൽവാസിയുടെ പേര്. അവരുടെ മുറ്റത്തേക്കാണ് ഇത് തകർന്നു വീണിരിക്കുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് ആ മുറ്റത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല, കുട്ടികളും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം ഇവരുടെ വീടിന്റെ ഈ ചുറ്റുമതിൽ തകർന്നതോടെ വീടിന് ഒരു സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്. മഴ കനത്തതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് താമരശ്ശേരിയിലും അതുപോലെ തന്നെ വടകരയിലും ഈ 2 താലൂക്കുകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ നഗരമേഖലയിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് കാര്യമായ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ പ്രശ്നമായ ഒരു കാലാവസ്ഥയാണ്. ഇടയ്ക്ക് മാറി മറിയുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നഗരമേഖലയിൽ കാര്യമായ ഒരു നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും മലയോര മേഖലയിൽ അതിശക്തമായ മഴയും അതേ തുടർന്നുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരി സമീർ.